ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ കേരള PSC റീസെന്റ് ആയിട്ട് നടത്താൻ പോകുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. സോ നവംബർ 14-ാം തീയതിയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റീസെന്റ് നടന്നിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ സെയിം സിലബസ് തന്നെയാണ് ഈ ഒരു എക്സാമിനും ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമിന്റെ സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 96/2025 ആണ്. ഓക്കെ, സോ നമുക്കിതിൽ ടോട്ടലി 10 മൊഡ്യൂൾസ് ആണ് ഇതിന്റെ സിലബസിൽ വരുന്നത്. സോ ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. സോ സിലബസ് എന്താന്നുള്ളതും അതിൽ വരുന്ന ടോപ്പിക്സ്, സബ്ജക്ട്സ്, ടോപ്പിക്സ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മൾ സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ശരിക്കും ഇലക്ട്രിക് സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസ്, ഈ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇത് സിലബസിൽ പക്ഷെ സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ടോട്ടൽ വെയിറ്റേജ് എത്രയാണ്? 10 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിൽ വരുന്ന ടോപ്പിക്സ് കിർച്ചോഫ് ലോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ, ഈ ടോപ്പിക്സ് വരുന്നുണ്ട്. ദെൻ കപ്പിൾഡ് സർക്യൂട്ട്സിന്റെ അനാലിസിസ് വരുന്നുണ്ട്. അതിൽ വരുന്ന ഡോട്ട് പോളാരിറ്റി, സൈനസോയിഡൽ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്സ്, ഈ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആൻഡ് കറൻസ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ AC ഫണ്ടമെന്റൽസിൽ വരുന്ന ടോപ്പിക്സ് ആണ്. RMS വാല്യൂ വരുന്നുണ്ട്, ആവറേജ് വാല്യൂ, പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, AC ത്രൂ ഡിഫറെന്റ് കമ്പോണൻസ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്ററിലൂടെയുള്ള AC ഫ്ലോ കാര്യങ്ങൾ വരുന്നുണ്ട്. സീരീസ് റെസണൻസ്, അതുപോലെ തന്നെ റെസണന്റ് പവർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത്, റെസണൻസ് ഇൻ പാരലൽ സർക്യൂട്ട്സ്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ്. സോ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം, ഇതിന് 10 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, സോ ഇതിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ വരുന്ന ടോപ്പിക്സ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്, റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. Then series and parallel magnetic circuits with composite materials. Then Faraday's laws of electromagnetic induction. Then Lenz's law വരുന്നുണ്ട്. Then statically and dynamically induced EMF. ഇത്രയും ടോപ്പിക്സ് ചോദിക്കുന്നത് 10 മാർക്കിനാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. ഇനി തേർഡ് മൊഡ്യൂള് ആക്ച്വലി ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. സോ സിലബസിൽ കൊടുത്തിരിക്കുന്നത് DC ജനറേറ്റർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. കോർ ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക് ആണ്. 10 മാർക്കാണ് ഇതിന്റെയും വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അണ്ടറിൽ വരുന്നത് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, വർക്കിംഗ് പ്രിൻസിപ്പിള്, then types of DC generator. So DC generator section വരുന്നുണ്ട്. അതിന്റെ EMF equation, power stages കാര്യങ്ങൾ വരുന്നുണ്ട്. Then condition for maximum efficiency, ഇതൊക്കെയാണ്. ഇത്രയും സെക്ഷൻ നമ്മുടെ DC ജനറേറ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. DC ജനറേറ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. Then DC മോട്ടർ ആണ് അടുത്ത് വരുന്നത്. DC മോട്ടർ. സോ DC മോട്ടറിന്റെ കേസിലും ആർമേച്ചർ കൺട്രോൾ ആൻഡ് ഫീൽഡ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ DC മോട്ടർ, DC ജനറേറ്റർ. ദെൻ വരുന്നത് ട്രാൻസ്ഫോമർ ആണ്. സോ അതിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറും വരുന്നുണ്ട്, 3 ഫേസ് ട്രാൻസ്ഫോമറും വരുന്നുണ്ട്. സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ട്രാൻസ്ഫോമർ. സോ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള്, ഇക്വലന്റ് സർക്യൂട്ട്, ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. സോ ട്രാൻസ്ഫോമറിൽ വരുന്ന ഡിഫറെന്റ് ലോസസ് ഏതാന്നുള്ള കേസ്. ദെൻ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. ഇത്രയാണ് സിംഗിൾ ഫേസിൽ വരുന്നത്. 3 ഫേസ് ട്രാൻസ്ഫോമറിൽ അതിന്റെ കൺസ്ട്രക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓൾട്ടർനേറ്റേഴ്സ് ആണ്. ഓൾട്ടർനേറ്റേഴ്സ്. സോ ഓൾട്ടർനേറ്റേഴ്സിൽ അതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ സിങ്ക്രോണസ് മോട്ടർ, അതിന്റെ ഡിഫറെന്റ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, സിങ്ക്രോണസ് കണ്ടൻസർ. ഇത്രയാണ് സിങ്ക്രോണസ് മോട്ടറിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വരുന്നുണ്ട്. സോ വർക്കിംഗ് പ്രിൻസിപ്പിള്, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, സ്ലിപ്പ്, ടോർക്ക് ആൻഡ് കറന്റ് ഇക്വേഷൻ, ടോർക്ക്, സ്പീഡ്, കർവ്, ഇതൊക്കെയാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ അണ്ടറിൽ വരുന്നത്. സോ ഇലക്ട്രിക്കൽ മെഷീൻസ് തന്നെയാണ് സബ്ജക്ട്. വെയിറ്റേജ് എത്രയാണ്? 10 മാർക്കാണ്. ഓക്കെ, സോ ഇതാണ് തേർഡ് മൊഡ്യൂൾ. ഇനി ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ ഡിജിറ്റലും വരുന്നുണ്ട്, നമ്മുടെ മൈക്രോ പ്രോസസ്സറും വരുന്നുണ്ട്. സോ ഇതിൽ ആദ്യത്തെ സെക്ഷൻ ഡിജിറ്റൽ ആണ്. സോ ടോട്ടൽ 10 മാർക്കാണ് ഇതിന്റെയും വെയിറ്റേജ്. സോ ഇനീഷ്യൽ സെക്ഷനിൽ ഡിജിറ്റലിന്റെ ടോപ്പിക്സ് ആണ് നമ്പർ സിസ്റ്റം,
അതുപോലെ തന്നെ ഡിഫറെന്റ് കോഡ്സ്, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ കോഡ്സ്, അതിന്റെയൊക്കെ കൺവേർഷൻ, ആസ്കി കോഡ് കാര്യങ്ങൾ, XS3 കോഡ്, ഗ്രേ കോഡ്, ഇതൊക്കെ വരുന്നുണ്ട്. ദെൻ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, ഡിഫറെന്റ് സർക്യൂട്ട്സ്, ആഡേഴ്സ്, ഫുൾ ആഡർ, ഹാഫ് ആഡർ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മൾട്ടിപ്ലെക്സർ, ഡിമക്സ്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്. സോ കോമ്പിനേഷണൽ സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് വരുന്നത്. ദെൻ ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്, ADC, DAC. സോ കൺവേർട്ടേഴ്സും വരുന്നുണ്ട്. സോ ഇത്രയും സെക്ഷൻ, ഇനീഷ്യലി വരുന്ന ഇത്രയും സെക്ഷൻ എന്താണ്? ഡിജിറ്റൽ ആണ്. ഇനി റിമൈനിങ് ആയിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ്. സോ മൈക്രോ പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ 8085 ആണ് വരുന്നത്. മൈക്രോ പ്രൊസസ്സേഴ്സ് 8085 ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 8085 മൈക്രോ പ്രൊസസർ, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, ഇൻസ്ട്രക്ഷൻ സെറ്റ് വരുന്നുണ്ട്, അഡ്രസ്സിംഗ് മോഡ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിൽ സ്റ്റാറ്റസ് ഫ്ലാഗ്, മെഷീൻ സൈക്കിൾസ് ആൻഡ് T സ്റ്റേറ്റ്സ്, ദെൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് സൈക്കിൾസ്, ടൈമിംഗ് ഡയഗ്രാം. സോ ഇത്രയും ടോപ്പിക്സ് മൈക്രോ പ്രൊസസ്സറിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. സോ ഡിജിറ്റൽ പ്ലസ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയാം, 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റത്തിന്റെയും വെയിറ്റേജ് 10 മാർക്കാണ്. 5th മൊഡ്യൂള് പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റത്തിന്റെയും വെയിറ്റേജ് 10 മാർക്കാണ്. സോ അതില് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ഇൻസുലേറ്റേഴ്സ്, സ്ട്രിങ് എഫിഷ്യൻസി, കൊറോണ എഫക്റ്റ്, ദെൻ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതിൽ അതിന്റെ റേറ്റിംഗ്, SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേസ്, അതിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ്, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, സിമെട്രിക്കൽ കമ്പോണൻസ്, സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഫോൾട്ട് അനാലിസിസ് സെക്ഷൻ വരുന്നുണ്ട്. ദെൻ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, അതിൽ സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക് ആൻഡ് ട്രാൻഷ്യൻ സ്റ്റെബിലിറ്റി, പവർ ആംഗിൾ കർവ്. ഇത്രയും ടോപ്പിക്സ് പവർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നുണ്ട്. സോ പവർ സിസ്റ്റത്തിന്റെയും വെയിറ്റേജ് എത്ര മാർക്കാണ്? 10 മാർക്കാണ് പവർ സിസ്റ്റത്തിന്റെയും വെയിറ്റേജ്. ദെൻ കൺട്രോൾ സിസ്റ്റംസ് വരുന്നുണ്ട്. സോ കൺട്രോൾ സിസ്റ്റംസും 10 മാർക്കാണ് കൺട്രോൾ സിസ്റ്റത്തിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റംസ്, ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മെത്തേഡ്, ദെൻ മേസൺ ഗെയിൻ ഫോർമുല വരുന്നുണ്ട് അതിൽ. ദെൻ ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് ദി സിസ്റ്റം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഓഫ് transient and steady state response, impulse and step response of first order and second order system, then static error, coefficients of type 0, 1, 2 സിസ്റ്റംസ് വരുന്നുണ്ട്. ദെൻ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ആയിട്ട് RH ക്രൈറ്റീരിയ, റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ, പോളാർ പ്ലോട്ടും ബോഡേ പ്ലോട്ടും വരുന്നുണ്ട്. ദെൻ ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ, സ്റ്റെബിലിറ്റി അനാലിസിസ്. സോ ഇത് നമ്മുടെ കൺട്രോൾ സിസ്റ്റം ടോപ്പിക്സ്. സോ കൺട്രോൾ സിസ്റ്റം ചോദിക്കുന്നത് 10 മാർക്കിനാണ്. ദെൻ പവർ ഇലക്ട്രോണിക്സ്. സോ പവർ ഇലക്ട്രോണിക്സിന്റെ കൂടെ തന്നെ അനലോഗിലെ ഓപ്പാമ്പ് സെക്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. അനലോഗ് സർക്യൂട്ട്സിലുള്ള ഓപ്പാമ്പും കൂടെ ഇതിന്റെ അണ്ടറിലാണ് 10 മാർക്ക്. സോ അതിൽ SCR, അതിന്റെ സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫുള്ളി കൺട്രോൾഡ് ആൻഡ് ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് RL, RLE ലോഡ് ഉണ്ട്. ദെൻ VSI, വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ്, അതിൽ സിംഗിൾ ഫേസ്, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ വിത്ത് R and RL ലോഡ്സ്. ദെൻ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വരുന്നുണ്ട്, ചോപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ഇത്രയും സെക്ഷൻ ആണ് പവർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ബാക്കി ഓപ്പാമ്പ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ അനലോഗ് ടോപ്പിക്സ് ആണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഓപ്പാമ്പിന്റെ ഗെയിൻ, CMRR, സ്ലൂ റേറ്റ് എന്നുള്ള കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. സോ ഇതാണ് പവർ ഇലക്ട്രോണിക്സ് പറഞ്ഞ മൊഡ്യൂള്. സോ അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മാർക്കാണ്. ദെൻ 8ാമത്തെ എന്ന് പറയുന്നത് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. അതും 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 10 മാർക്കാണ് വെയിറ്റേജ്. അതിൽ മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ്, എറേഴ്സ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് എറേഴ്സ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്, ഇൻഡിക്കേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ദെൻ അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ടിമീറ്റേഴ്സ്, അതിൽ മൂവിംഗ് കോയിൽ, മൂവിംഗ് അയൺ ടൈപ്സ് വരുന്നുണ്ട്. ദെൻ മെഷർമെന്റ് ഓഫ് പവർ, ഡൈനാമോമീറ്റർ ടൈപ്പ്, വാട്ട് മീറ്റർ. ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, 3 ഫേസ് പവർ മെഷർമെന്റ് വരുന്നുണ്ട്. ദെൻ മെഷർമെന്റ് ഓഫ് എനർജി വരുന്നുണ്ട്, സിംഗിൾ ഫേസ് എനർജി മീറ്റർ വരുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ എനർജി മീറ്റേഴ്സ് വരുന്നുണ്ട്, ഓസിലോസ്കോപ്പ് വരുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, CROയുടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത്രയും മെഷർമെന്റ്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ
സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. സോ കംപ്ലീറ്റ് ഫുൾ ആയിട്ടും സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എല്ലാ ടോപ്പിക്സും ഒന്നും നമുക്കില്ല. പക്ഷെ ഇതിൽ മെയിൻലി ചോദിക്കുന്നത് സിഗ്നൽസിനെ കുറിച്ചും അതുപോലെ തന്നെ സിസ്റ്റംസിനെ കുറിച്ചും. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, അതിൽ എലിമെന്ററി സിഗ്നൽസ്, അതിൽ ബേസിക് ഓപ്പറേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ കൺസെപ്റ്റ് ഓഫ് സിസ്റ്റം, സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം, ദെൻ ടൈം ഇൻവേരിയൻസ്, അതിൽ ലീനിയാരിറ്റി, കൊസാലിറ്റി, മെമ്മറി, സ്റ്റെബിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ സാമ്പിളിംഗ് തിയറം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഹോൾഡ് സർക്യൂട്ട്, ഏലിയാസിംഗ് എഫക്റ്റ് ഒക്കെയാണ്. സോ ഇത്രയാണ് സിഗ്നൽസ്. സോ സിഗ്നൽസിന്റെ വെയിറ്റേജ് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. സോ റിലേറ്റീവ്ലി ടോപ്പിക്സ് സിഗ്നൽസിൽ കുറവാണ്, പക്ഷെ വെയിറ്റേജ് എത്ര തന്നെയാണ്? 10 മാർക്കാണ്. ദെൻ 10ാമത്തെ മൊഡ്യൂൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അതും 10 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ അതിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ, LVDT, അതുപോലെ തന്നെ ഹാൾ എഫക്ട്, ട്രാൻസ്ഡ്യൂസർ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അതിൽ കുറച്ച് സബ് ആയിട്ട് ട്രാൻസ്ഡ്യൂസർ കഴിഞ്ഞാൽ പിന്നെ ബാറ്ററീസ് വരുന്നുണ്ട്, ദെൻ അതിൽ വയറിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എർത്തിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇല്ലുമിനേഷൻ. ഇതെല്ലാം കൂടെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ അതിൽ ബാറ്ററീസിൽ പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല് കാര്യങ്ങൾ, വയറിംഗിൽ സിസ്റ്റംസ് ഓഫ് വയറിംഗ്, അതിന്റെ റൂൾസ്, സോ റൂൾസ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ്, ദെൻ എർത്തിങ്, അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, റൂൾസ് ഫോർ എർത്തിങ് വരുന്നുണ്ട്. ദെൻ ഇല്ലുമിനേഷന്റെ ലോസ്, സോ ലോസ് ഓഫ് ഇല്ലുമിനേഷൻ കാര്യങ്ങളും ഇലക്ട്രിക് ലാംപ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സോ ഇങ്ങനെ ടോട്ടലി 10 മൊഡ്യൂളായിട്ടാണ് വരുന്നത്. സോ ലാസ്റ്റ് നടന്നിട്ടുള്ള ഇൻസ്പെക്ടറേറ്റിന്റെ 2022 നടന്നിട്ടുള്ള ഇൻസ്പെക്ടറേറ്റ് എക്സാമിന്റെ സെയിം സിലബസ് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന എക്സാമിനും വരാനുള്ളത്. സോ ഒരുപാട് സ്റ്റുഡൻസ് പ്രീവിയസ് PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അത്ര ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള പാസ് ഔട്ട് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനാണെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം. സോ ഒരു 75 ഡേയ്സ് ആണ് അറൗണ്ട് നമ്മുടെ മുന്നിൽ ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. സോ നല്ല രീതിയിൽ ഈ ഡേയ്സ് മേക്ക് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനും നിങ്ങൾക്ക് റിക്രൂട്ട് ആവാനും പറ്റുക. സോ ഇത് ആണ് നമ്മുടെ സിലബസ്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസും വരാം എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൂടെ അവര് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ വൺസ് അതിലേക്കുള്ള ഒരു കോഴ്സ്, ഒരു 75 ഡേയ്സിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന 75 ഡേയ്സിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 75 ഡേയ്സ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഗോൾഡ് ബാച്ച് വൺസ് ആപ്പ് ത്രൂ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് ടോപ്പിക്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ്, അത് നമ്മൾ വൺസ് ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് തിയറി ക്ലാസ്സുകളും ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, ഇതെല്ലാം റെക്കോർഡഡ് വീഡിയോസ് ആണ്. സോ ഇത് വൺസ് ആപ്പിലാണ് നിങ്ങൾക്ക് കിട്ടുക. എനി ടൈം നിങ്ങൾക്ക് ഈ വീഡിയോസ് ആക്സസ് ചെയ്യാം. സോ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. സോ റെക്കോർഡഡ് വീഡിയോസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് PDF നോട്ട്സും ഇൻ ആപ്പ് അവൈലബിൾ ആയിരിക്കും. സോ നോട്ട്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വൺസ് ആപ്പിൽ ചോദിക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഈ ഒരു 75 ഡേയ്സ് പ്രോഗ്രാമിലുള്ളത്. സോ എക്സാം കഴിയുന്ന വരെയാണ് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി. സോ നമ്മളിത് നിങ്ങൾക്ക് ഒരു ഓഫർ ഫീസിൽ, ഒരു ഓണം ഓഫർ ഫീസിലാണ് ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് 3000 റുപ്പീസിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അവൈൽ ചെയ്യാം. സോ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. സോ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് അവൈലബിൾ ആണ്. സോ കോൺടാക്ട് നമ്പേഴ്സ് ത്രൂ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്പിൽ നിന്നും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഈ കോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് പ്രീവിയസ് PSC എക്സാംസിന്റെ, ഇലക്ട്രിക്കൽ PSC എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ആ സോൾവ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ PYQ കോഴ്സ്, ആക്ച്വലി ഇതൊരു പെയ്ഡ് കോഴ്സ് ആണ്, പക്ഷേ ഈ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട്, ഒരു കോംപ്ലിമെന്ററി കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വൺസ് ആപ്പിൽ ഇലക്ട്രിക്കൽ PYQ കോഴ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ആ കോഴ്സ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫർ ഫീസിൽ അവൈൽ ചെയ്യാം. സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ത്രൂ രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു എക്സാമിന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എക്സാം ക്രാക്ക് ചെയ്യുക. താങ്ക് യു.